തലേന്നെ ഇതെല്ലാം ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ തലേന്ന് തന്നെ അത്തപ്പൂക്കളം ഇട്ട് വെക്കുക. രാവിലെ എണീറ്റ് കുളിച്ച് വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക, അമ്പലത്തിൽ പോകുക എന്നുള്ള. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് തിരുവോണത്തിന്റെ വീഡിയോ ആണ്. നിങ്ങൾ ഓൾറെഡി കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഉത്രാടത്തിന്റെയും തിരുവോണത്തിന്റെയും കൂടെ ഞാൻ ഒരുമിച്ചിട്ടിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ചില സാങ്കേതിക കാരണങ്ങൾ. എന്നിട്ട് ഞാൻ ഉത്രാടത്തിന്റെ ഇട്ടു. തിരുവോണത്തിൻ്റെത് എനിക്ക് വോയിസ് ഓവർ കൊടുത്തിടാൻ ഇച്ചിരി സമയം വേണ്ടി വന്നു കേട്ടോ. ഓണത്തിന്റെ തിരക്കുകൾ തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും. അങ്ങനെ രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ടത് സംഗീതയും ദിയായും കൂടെ ചേർന്നിട്ടാണ്. നമുക്ക് അത്തപ്പൂക്കളത്തിന്റെ മുമ്പിൽ ഇരുന്ന് സെറ്റ് സാരിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സെറ്റ് സാരിയൊക്കെ നമ്മളുടെ കയ്യിൽ ശരിക്കും പുതിയതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ സമയം കിട്ടിയിരുന്നല്ല, ഒന്നും അങ്ങോട്ട് നടന്നില്ല. എന്താണെന്നറിയാമോ ചേട്ടാ, നമുക്കൊരു നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോ 2 ദിവസം കൊണ്ട് നമുക്ക് ഉറക്കത്തിന്റെ ഒരു ടയർനെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓണത്തിനേക്കുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 മുറി തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഉള്ളി പരിപ്പിന് വേണ്ടുന്നത്, സാമ്പാറിന് വേണ്ടുന്നത്, അതുപോലെ തന്നെ കടുക് വറുക്കാൻ വേണ്ടുന്നത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് അരിഞ്ഞ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന്റെ ഷേപ്പ് ഓരോ കറിക്കും ഓരോ ഷേപ്പിൽ വേണമല്ലോ പച്ചമുളക് അരിയാൻ, അങ്ങനത്തെ കാര്യമുണ്ടല്ലോ. കുറച്ച് റൗണ്ടും കുറച്ച് നീളത്തിലും. സാമ്പാറിനൊന്നും ഞാൻ ഒരുപാടങ്ങ് പച്ചമുളക് ഇടത്തില്ല, കാര്യം പൊട്ടി അത് ഇതാകുമ്പോഴത്തേക്കും ഭയങ്കര എരിവായിരിക്കും. അങ്ങനെ അതൊക്കെ. പിന്നെ പച്ചടിയുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ആ ഒരു കടുകും തേങ്ങയും കൂടി ഇട്ട് അടിച്ച് മിക്സിക്കകത്തിട്ട് അടിച്ച് ഞാൻ അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പരിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പരിപ്പിന് നിങ്ങൾ സാധാരണ എടുക്കുന്ന രീതി തന്നെയാണ് നമ്മളും എടുക്കുന്നത്. തേങ്ങ, ജീരകം, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ഒരു ഇച്ചിരി വേണമെങ്കിൽ ചുമന്നുള്ളി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി, താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട. ആ ഒരു അരപ്പ് തന്നെയാണ് ഞാൻ മോരിനും എടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ മോരിന്റെ അരപ്പും. പിന്നെ ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇഞ്ചിയും ഉലുവയും കൂടെ ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പൊ നമ്മളെ വീട്ടിൽ അങ്ങനെ ആർക്കും താല്പര്യമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഇഞ്ചിയൊക്കെ നിഷിദ്ധമാണ്. എനിക്കല്ല, ഞാൻ പറഞ്ഞില്ലേ, അനിയത്തിക്ക് മോക്ക് ഇഞ്ചിയൊന്നും താല്പര്യമില്ല. അപ്പൊ അതൊക്കെ കട്ടാണ്. പിന്നെ വെജിറ്റേറിയൻ നോൺ വെജ് ഉണ്ടാക്കുന്നതാണോ എളുപ്പമെന്ന് ചോദിച്ചാൽ എനിക്ക് വെജിറ്റേറിയൻ സദ്യ ഉണ്ടാക്കുന്നത് എനിക്ക് ഇച്ചിരി സ്പീഡാണ്. നോൺ വെജ് എനിക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു നോൺ വെജിന് കുറച്ചും കൂടെ ജോലി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം മൊത്തത്തിൽ കിച്ചൺ മെസ്സായിട്ടുണ്ട്. കാര്യം ഓരോന്നും ഇങ്ങനെ എനിക്ക് വെക്കാനുള്ള സ്പേസ് കുറവും, പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാക്കിയത് മാറ്റിയും തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസത്തിന്റെ ഒക്കെ ഞങ്ങൾക്ക് തലേന്നെ ഇതെല്ലാം ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ തലേന്ന് തന്നെ അത്തപ്പൂക്കളം ഇട്ട് വെക്കുക. രാവിലെ എണീറ്റ് കുളിച്ച് വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക, അമ്പലത്തിൽ പോകുക എന്നുള്ളതൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കോൺഫിഡന്റ്ലി അമ്പലത്തിൽ പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. വീട്ടിൽ ബാക്കി എല്ലാവരും അമ്പലത്തിൽ പോയി. കാര്യം എനിക്ക് 12:30 മുമ്പ് ഊണെല്ലാം റെഡിയാക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. കാര്യം നമ്മളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണം, അതുകൊണ്ട് തന്നെ അത് കുറച്ച് നമുക്ക് അധികം സ്പെഷ്യൽ ആണല്ലോ. ഞാൻ ഉണ്ടാക്കിയ വിഭവത്തിൽ ഫ്ലോപ്പായി പോയ ഒരു വിഭവമാണ് ഈ ഒരു വെണ്ടയ്ക്ക പച്ചടി. അതെങ്ങനെ ഫ്ലോപ്പ് ആയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് അതിനു വേണ്ടി വെണ്ടയ്ക്ക പച്ചടി ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈം ഒരു പരീക്ഷണാർത്ഥം എടുത്തേ. കാര്യം വെള്ളരിക്കയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് കഴിച്ചു വെച്ചപ്പോൾ നല്ല കയ്പ്. അപ്പോൾ ബീട്രൂട്ട് പച്ചടി മാത്രം പോരല്ലോ, എക്സ്ട്രാ ഒരു പച്ചടിയും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെണ്ടയ്ക്ക എടുത്ത് ചെയ്ത് നോക്കിയതാണ്. ശരിയായില്ല. അടുത്ത വട്ടം നമുക്ക് റെഡിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കോലനും ഓലനും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കണമെന്ന് വെച്ചു ഞാൻ, പക്ഷെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചയത്തിക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അത് പക്ഷെ സെറ്റായില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് 2 ദിവസമായിട്ട് നമ്മൾ ഉറക്കക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടയർഡ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കണം. എല്ലാവരും വരുമ്പോൾ അടുക്കളയിൽ കിടന്ന് എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, എനിക്ക് പുറത്തു പോയി എല്ലാവരും സംസാരിച്ച് ചില്ലായിട്ടിരിക്കണം എന്നൊരു ഉദ്ദേശവും കൂടെ അതിന്റെ പുറകിലുണ്ടായിരുന്നു. പിന്നെ തക്കാളിയും ഇതെല്ലാം സാലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തൈരും ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതേ കണക്കാതെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ സ്പേസ് എന്റെ കിച്ചണിലുള്ളൂ. നിങ്ങൾക്ക് ഒരു വീഡിയോ, ഞാൻ ഒരു കിച്ചൺ ടൂർ എന്നും പറഞ്ഞിട്ട് അതിനകത്ത് പറയാൻ പറ്റില്ല കേട്ടോ. കിച്ചൺ ടൂർ ശരിക്കും ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്ക് കിച്ചൺ ടൂർ ഒന്നും എടുക്കേണ്ട വീഡിയോ എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഹോം ടൂറും കിച്ചൺ ടൂറും ഒന്നും എനിക്ക് വീഡിയോ ശരിക്കും എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ കുറെ കിച്ചൺ ടൂർ വീഡിയോസ് ഒക്കെ കണ്ടു വരുവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. നിങ്ങൾ ആദ്യം ഒരു കിച്ചൺ ടൂറിന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഇനി ഒരിക്കലും എൻ്റെ ഒരു ടൂറിന്റെ വീഡിയോയും കാണാൻ പറ്റുന്നത് എനിക്ക് അറിയാം. കാര്യം അത്രയ്ക്കും മോശമായ ഒരു കിച്ചൺ ടൂറാണ് അന്ന് ഞാൻ നടത്തിയത്. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന കാര്യങ്ങൾ കാണിക്കണം, അങ്ങനെ തുറന്ന് കാണിക്കണം, എടുക്കണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനത് മുമ്പേ ഇപ്പൊ പറഞ്ഞല്ലോ. അതിനുശേഷം
നമ്മൾ മപ്പാസിൻ്റെത് മാറ്റി വെച്ചിട്ട് പിന്നീട് വേറൊരു കറിക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റൗ മാറ്റി. കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഗ്യാസ് നന്നായിട്ട് ചൂട് കൂടുതലാണ്. ഈ മപ്പാസ് പതുക്കെ റെഡിയായാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. വേറൊന്നുമല്ല, ആ കറി ഒരു നോൺ വെജ് ആയിരുന്നു. ആദ്യമായിട്ട് നമ്മൾ തിരുവോണത്തിന് നോൺ വെജ് ഉണ്ടാക്കി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും കേട്ട് ആദ്യമായിട്ട് ഉത്രാടത്തിന് ഇങ്ങനെയൊക്കെ പുറത്ത്. ശരിക്കും നമ്മുടെ ലൈഫിലൊക്കെ ഫസ്റ്റ് ടൈം സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ ആദ്യമായി എന്നുള്ള വാക്ക് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് കേട്ടോ. ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങനെ കോയിൻസിഡന്റ്ലി സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ, അതുകൊണ്ടാണ് കേട്ട് വരുന്നത്. ഈ ഒരു നോൺ വെജ് ഏർപ്പാട് നമ്മൾ ഇത്രയും വർഷമായിട്ടും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് കാര്യം. അനിയൻ മുമ്പേ പറഞ്ഞു ഉത്രാടത്തിൽ തന്നെ വന്ന ചേച്ചി മീൻ വേണം, മീൻ കറി വേണം, ആദ്യം തോന്നും അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ മീൻ മേടിക്കാൻ വിട്ടുപോയി. കാര്യം എന്ന് വെച്ചാൽ വൈകിട്ടായപ്പോഴത്തേക്കിന് ഉത്രാടത്തിന്റെ പൂവെല്ലാം മേടിക്കാൻ അനിയൻ അങ്ങ് പോയി. പിന്നെ അനിയൻ വന്ന് ഞങ്ങള് പിന്നെ 11 മണിക്കാണല്ലോ വന്നത്. പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ അതങ്ങ് പോയി. അങ്ങനെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് ഈ ഒരു കൊണ്ടുവന്ന നെത്തോലിയല്ല, കൊഞ്ചില്ലേ, കൊഞ്ചാണ് ഫ്രൈ ചെയ്യുക. അരപ്പ് വരട്ടി സംഗീത ഇവിടെ വെച്ചിരുന്നത്. അങ്ങനെ കൊഞ്ച് കൊണ്ടുവന്ന് ഫ്രൈ ചെയ്യായിട്ടു. അതിനുശേഷം കുറച്ച് സവാളയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. ഇതെനിക്കൊരു എക്സ്ട്രാ ജോലിയായിരുന്നു കേട്ടോ. കാര്യം ഞാൻ ഇതിന് വേണ്ടിയിട്ടൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ ജോലി ആയിരുന്നു. എന്നാലും പോട്ടെ, അതിനിടയ്ക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അതിനിടയ്ക്ക് എൻ്റെ കൈക്കകത്ത് പിച്ചാത്തി കയറിയിട്ട് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ വരയുടെ ആ ഒരു ഇതിട്ടായിരുന്നു കൊണ്ടുകയറി മുറിഞ്ഞത്. അത് വൈകിട്ടത്തൊക്കെ ആയപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല നീരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഭാഗം ഉള്ള ഒരു ഭാഗം അമ്മ പറഞ്ഞു മുറിയുമ്പോൾ അത് അങ്ങനെ അത്ര നീരൊക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഒക്കെ ആക്കി. എൻ്റെ ഇത് സ്പൂൺ ഹോൾഡർ ഞാൻ തിരിക്കാത്തിരുന്നറിയാം. സ്പൂൺ ഹോൾഡർ തിരിച്ച് ഈ സ്പൂൺ വെച്ച് കഴിഞ്ഞാലല്ല, സ്പൂൺ ഹോൾഡറിനകത്ത് മൊത്തവും ഇതിന്റെ കളർ ഒടിക്കും. എനിക്കത് കാണുമ്പോൾ ഒരു വിഷമോ. അത്രയും നല്ല വൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിൽ അങ്ങനെ കളറ് മെസ്സായിട്ട് അത്രയും കളർ പിടിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം. കഴിയുമ്പോൾ അത് പോകും, അത് വേറെ കാര്യം. എന്നാലും ഒരു വിഷമമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മപ്പാസൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ആദ്യത്തെ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വട്ടത്തെ എന്റെ മപ്പാസും ഫ്ലോപ്പ് ആയിരുന്നു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഫ്ലോപ്പ് ആയിരുന്നു സംഗീത എന്റെ അനിയത്തി മപ്പാസ് കൂട്ടത്തില്ല കേട്ടോ. ശരിക്കും അവളെന്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്റെ അടുത്തിരിപ്പുണ്ട്. അപ്പൊ അവൾക്ക് താല്പര്യമില്ല, കാർട്ടൂണും താല്പര്യമില്ല. പിന്നെ ഇവിടെ ആയിഷ്ടം ചെയ്യാക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. അവർക്ക് ഇതൊന്നും കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നീട് നെയ്ക്കകത്ത് നമ്മൾ ബ്രഹ്മസല്ലി വഴറ്റിയെടുത്തു. അതൊക്കെ എളുപ്പമാണ്. കുക്കറി പായസം വെക്കാനായിരുന്നു ഈ വട്ടം പ്ലാൻ. കാര്യം ഞാൻ ഇതിനു മുമ്പൊക്കെ മറ്റേ ശരീരത്തില പായസം വെച്ചോണ്ടിരുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് ജോലി തീരണമെങ്കിൽ കുക്കറിലേക്ക് പായസം മാറ്റുക, ഇതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് പണി കഴിയുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അത് വഴറ്റി മാറ്റിയതിന് ശേഷം ഞാൻ വിചാരിച്ചു കടു വറുക്കാണ്. ഞാൻ ഇന്നാളും വീഡിയോയിൽ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഏർപ്പാടാണെങ്കിൽ പപ്പടം വറുക്കൽ. അതെന്തായാലും ഞാൻ സംഗീതം തന്നെ കേൾപ്പിച്ചു കേട്ടോ. പപ്പടം വറുക്കൽ ഞാൻ സംഗീത ആ പപ്പടം ഒന്ന് വറുക്കാവോ എന്ന് വെച്ചാൽ സംഗീത ഇത്രയും സന്മനസ്സുള്ള അനിയത്തിമാരുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നത്. സംഗീത അത് ഏറ്റെടുത്ത് ചെയ്തു. സംഗീത ഇടയ്ക്ക് പറഞ്ഞ് അത് ചോദിച്ചു എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട സംഗീത, ഒന്നും ചെയ്യുന്നത് ഞാൻ നാളെ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ പുറത്തെത്തി ഒന്ന് വിശ്രമിച്ചോളാം, നിങ്ങൾ എല്ലാ ജോലിയും ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ തിരുവോണം കഴിഞ്ഞ് വരും. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ വീട്ടിലായിരുന്നു എനിക്ക് ഓണം. അപ്പോൾ ഞാൻ വിശ്രമിക്കാൻ വേണ്ടി തന്നെയായിരുന്നു വന്നത്, തിന്നതും ഒക്കെ കേട്ടോ. അതിന്റെ വീഡിയോ ഒന്നും എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ പരിപ്പിന് നെയ്ക്കകത്താണ് വറുത്തൊഴിക്കേണ്ടത്. പക്ഷെ ഇത് കൂടിപ്പോയി. എനിക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയും ഇട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിപ്പോയപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരിപ്പിന് അത് തന്നെ ഒഴുക്കി, ഇനിയിപ്പൊ നെയ്ക്കകത്ത് വറുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത്ര ഇല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകത്തില്ലേ. അങ്ങനെ അതെല്ലാം ചെയ്തു. നമ്മൾ കുടുംബശ്രീയുടെ ഒരു ഇതിന് പോയപ്പോൾ ഫെസ്റ്റ് കണക്കൊരെണ്ണം നടന്നിട്ടുണ്ടായിരുന്നു. അതിന് പോയപ്പോൾ നമ്മൾ വെള്ളരിക്കയും ബീട്രൂട്ട് അല്ല ക്യാരറ്റ് എല്ലാം കൂടി ഇട്ടൊരു അച്ചാറും പിന്നെ ഉണക്ക മുന്തിരിങ്ങ അച്ചാറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണക്ക മുന്തിരിങ്ങ അച്ചാറിന്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം പായസം വെക്കാൻ കയറി. സംഗീത പപ്പടം പരിക്കാനും കയറി. അപ്പൊ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡൗട്ട്, പാല് പിരിഞ്ഞു പോകുമോ എന്ന്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് പാലൊഴിച്ചിട്ട് പിരിഞ്ഞു പോയാൽ ഫ്ലോപ്പ് അല്ല. അപ്പൊ ഞാൻ പാലൊന്ന് കാച്ചു നോക്കി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മെനക്കെട്ട ജോലിക്കൊന്നും പോകണ്ടായിരുന്നല്ലോ, ആ ചരുവത്തിൽ ഇട്ട് പായസം വേവിച്ചെടുത്തായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്നുള്ളത് അല്ലേ. പക്ഷെ ഞാൻ കുറച്ച് മെനക്കെട്ട ജോലിക്ക് ഇടയ്ക്ക് മറിക്ക് എനിക്ക് ഇങ്ങനെ രോഗമുണ്ട്, ഒരു തരം മനോരോഗമാണ്. ഞാൻ ഇടയ്ക്ക് മറയ്ക്ക് ഇത്രയും ജോലികളെ വേണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് പായസം ചരുവത്തിനകത്ത് വെച്ചാൽ മതിയായിരുന്നു. കുക്കറിനകത്ത് വെച്ച് പക്ഷെ പെട്ടെന്ന് കിട്ടി എന്നുള്ള റെഡിയായി കിട്ടി എന്നുള്ള വാസ്തവ. പക്ഷെ ഈ ഒരു മെനക്കെട്ട ജോലിയൊന്നും ആവശ്യം വേണ്ടി വരത്തില്ലായിരുന്നു. അങ്ങനെ പപ്പടം കാച്ചിലെ സംഗീതം ഏറ്റെടുത്തു.
ആ പപ്പടം കാച്ചുമ്പോൾ സംഗീത പറയുന്നുണ്ട്, സംഗീതം ചെയ്ത ഏറ്റവും വലിയ ഏക ജോലി അതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. വോയിസ് കേൾക്കാൻ പറ്റുമെങ്കിൽ എനിക്കറിയില്ല, കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഈ ഇലകളുടെ മുമ്പിൽ ആരും ഇല്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഇവര് ബോളി മേടിക്കാൻ പോയി. ഇവർക്ക് പായസം കണ്ടപ്പോൾ ബോളിയും പായസവും പഴവും കൂടെ തിന്നാൻ ആഗ്രഹം. അങ്ങനെ ബോളി മേടിക്കാൻ ഇവർ കുറെ കടയിൽ പോയി. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വിളമ്പി വെക്കാൻ, വരുമ്പോ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് വിശന്ന് അങ്ങനെ ഇത് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം വിളമ്പി, എല്ലാ വിഭവങ്ങളും വിളമ്പിയപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അച്ചാറൊക്കെ പിന്നെ അന്നേ ഉണ്ടാക്കി വെച്ച വീഡിയോ ഞാൻ ഇട്ടാണ്. അച്ചാറൊക്കെ മുമ്പ് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ബാക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇപ്പം ഇങ്ങനെ ചെയ്തത്. അങ്ങനെ വല്ലാത്ത മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ തോന്നി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷമൊക്കെ തോന്നി. എല്ലാം വിളമ്പി. നമുക്ക് വിളമ്പുന്ന ഓർഡർ ഒന്നും എനിക്ക് കണക്കിന് അങ്ങനൊന്നും എനിക്കറിയത്തില്ല. അനിയനറിയാം കേട്ടോ, ഇന്ന കറി വെച്ചിട്ട് ഇന്ന കറി വെക്കാവുള്ളൂ എന്നൊക്കെ ഉള്ളത് അറിയാം. എനിക്ക് പക്ഷെ അങ്ങനൊന്നും അറിയത്തില്ല. എന്റെ ഇതിൽ ഞാൻ അങ്ങ് വിളമ്പിപ്പോയി. ഈ പഴത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരു നാടൻ പഴക്കടയിൽ നിന്ന് മേടിച്ച പഴമാണ്, നല്ല രുചിയായിരുന്നു. അപ്പൊ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പി നന്നായിട്ട് പരിപ്പൊക്കെ ഒഴിച്ചു, പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് കഴിച്ചു. കാത്തു ആദ്യം ഞാൻ ചോറിട്ട് ഇത്രയും ചോറേ ഉള്ളൂ, എനിക്ക് കുറച്ചും കൂടെ ചോറിടുക എന്താണെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ചോറിട്ട് കൊടുത്ത് ഇവളെ ഇങ്ങനെ ഇടിപ്പിക്കുമെങ്കിലും ചില സമയത്ത് ഇവള് വേസ്റ്റ് ആക്കി കളയും കേട്ടോ. ചിലപ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്, ചിലപ്പോൾ അങ്ങ് കഴിക്കും. അങ്ങനെ ആയിഷും ദിയ എല്ലാവരും ഒരുമിച്ചിരുന്നു. ഒരു നല്ല ഓണം ആഘോഷമായിരുന്നു, നല്ല ഒരു തിരുവോണമായിരുന്നു നമുക്ക്. അതിനുശേഷം നമ്മൾ കുഞ്ഞു വീഡിയോ എടുത്ത് എൻ്റെ നിങ്ങൾ കണ്ട ഞാൻ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക്സ്.